നമ്മളെല്ലാവരും തന്നെ ഹൊറർ മൂവീസ് ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ ഇന്ന് കാണുന്ന ഹോളിവുഡിലടക്കം കണ്ട് ശീലിച്ച ജംപ് സ്കെയർസ്, അതായത് ഒരു സൈലൻസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ മുന്നിലേക്ക് എന്തെങ്കിലും ഒരു വസ്തുവോ ഒരു ഹൊറർ എലമെന്റോ ചാടി വീണ് പേടിപ്പിക്കുന്ന തരത്തിലുള്ള സിനിമകളല്ലാതെ സംവിധായകന്റെ ക്രാഫ്റ്റും കഴിവും ആ ഒരു ക്രിയേറ്റിവിറ്റിയും ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു പ്രേതത്തിന്റെ പ്രസൻസ് നമ്മളിലേക്ക് ഫീൽ ചെയ്യിപ്പിച്ച് തരുന്ന ചുരുക്കം ചില സിനിമകളുണ്ട്. അത്തരത്തിലുള്ള 2-3 സിനിമകളെ പറ്റി നോക്കാം. ഈ ജംപ് സ്കെയർസ് എന്ന് പറയുന്നത് ഭയം എന്നൊരു എലമെന്റിനേക്കാൾ കൂടുതൽ ഒരു ഞെട്ടിക്കൽ എന്ന് പറയുന്ന ഫീലിംഗ് ആണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ആദ്യം തന്നെ സിബി മലയിലെ സംവിധാനത്തിൽ മോഹൻലാൽ ചിത്രമായിട്ടുള്ള ദേവദൂതനാണ്. 2000-ൽ പുറത്തിറങ്ങിയ ഈ ഒരു സിനിമ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊരു ഹൊറർ മിസ്റ്ററി ഫാന്റസി ജേണലിൽ വരുന്ന ഒരു മൂവിയാണ്. എന്നാൽ ഈ സിനിമയിൽ പ്രേതം എന്നൊരു സംഭവത്തെ കാണിക്കുന്നേ ഇല്ല. ഈ സിനിമയിൽ ത്രൂ ഔട്ട് ആ ഒരു മൂഡ്, ഒരു പ്രേതം അല്ലെങ്കിൽ നമ്മളെ കൂടെ ആ മുറിയിൽ ആരോ ഉണ്ട് എന്നുള്ളൊരു മൂഡ് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് അവർ ചെയ്യുന്നത്. അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്ന കുറെ തരം ടെക്നിക്സ് ഉണ്ട്. അത് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്, ഈ സിനിമയിൽ കുറച്ച് കോളേജ് സ്റ്റുഡൻസിനെ നായ ഓടിച്ചിടുന്ന ഒരു സീനുണ്ട്. പക്ഷെ ആക്ച്വലി ആ സീനിൽ നായനെ കാണിക്കുന്നില്ല. അവരൊരു നായയുടെ ആംഗിളിൽ ക്യാമറ വെച്ചതിന് ശേഷം ഓടുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നായയുടെ സൗണ്ടും ഒപ്പം തന്നെ അവർ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ സിനിമയിൽ യൂസ് ചെയ്തിട്ടുള്ള 7 ബെൽസ് എന്ന് പറയുന്ന ആ ഒരു യൂണിക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, ആ ഒരു ഇൻസ്ട്രുമെന്റ് നോക്കിയാൽ മനസ്സിലാവും അതിൽ നിന്ന് വരുന്ന ആ ഒരു മ്യൂസിക്കിന് എത്രത്തോളം ഒരു മിസ്റ്റീരിയസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ശക്തിയാണ് ആ ഒരു ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുന്നത് എന്ന തരത്തിലുള്ള ഒരു മ്യൂസിക് ആണ് അതിൽ നിന്ന് വരുന്നത്. ഇതെല്ലാം തന്നെ ആ ഒരു പ്രേതത്തിന്റെ പ്രസൻസ് നമ്മളിലേക്ക് ഫീൽ ചെയ്യിപ്പിക്കുകയാണ് സംവിധായകൻ ചെയ്യുന്നത്. ഇതേപോലെയുള്ള വേറൊരു സിനിമയാണ് നമ്മുടെ ഡയസ് റേ ബ്രഹ്മയുഗം എല്ലാം സംവിധാനം ചെയ്ത രാഹുൽ സദാശിവന്റെ ഭൂതകാലം എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയിലും ഒരു പ്രേതത്തെ അവർ കാണിക്കുന്നില്ല. അതല്ലാതെ തന്നെ ആ ഒരു വീടിന്റെ ഉള്ളിൽ ആ ഒരു മൂഡ് അവർ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ കുറച്ചു കാലം മുന്നേ പുറത്തിറങ്ങിയ ജയറാമേട്ടന്റെ വിന്റർ എന്ന് പറയുന്ന സിനിമയും വേണമെങ്കിൽ ഈ ഒരു ഗണത്തിൽ പെടുത്താവുന്നതാണ്. ആൻഡ് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഈ ഞെട്ടിപ്പിക്കുന്ന സിനിമകളെക്കാൾ കൂടുതൽ ആ ഒരു ഹൊറർ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സിനിമകളാണ്. ഇതല്ലാതെ നിങ്ങളുടെ ലിസ്റ്റിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും സിനിമകളുണ്ടോ? കമന്റ് ചെയ്യൂ.